മുത്തശ്ശി 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 അമ്മേ എന്തോ മുത്തശ്ശി 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 അമ്മ എന്തോ എന്തു പറ്റിയത് അമ്മേ? എന്റെ നട ഒടിഞ്ഞേ. അമ്മ തെന്നി വീണതായിട്ടാ. നോക്കി നിൽക്കുന്നേ, അമ്മ എടുക്ക്. എന്റെ നടു അനങ്ങുന്നില്ലടാ. അയ്യോ എനിക്ക് നല്ല വേദനയുണ്ടടാ. അയ്യോ അമ്മേ എന്റെ കാലനങ്ങുന്നില്ല. എന്റെ കൈകാലനങ്ങാതെ കല്ല് പോലെ ആയടാ. എനിക്ക് വല്ലാതെ വേദനയ്ക്കുന്നു ദേവാ. എങ്ങനെയാ അമ്മായി വീണത്? ഞാൻ വീണ്ടും വീണ് കാണിക്കണോടി. ഞാൻ തന്നെ വീണു. നിങ്ങൾ അത് കണ്ടില്ലേ? എനിക്ക് നിൽക്കാൻ പറ്റില്ലടാ. സോഫയിൽ കിടത്താം മുത്തശ്ശി. അയ്യോ 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 എന്തൊരു വേദന. എന്താ ദേവേട്ടാ, ഞാൻ ആ സോപ്പ് വെള്ളത്തിൽ ചവിട്ടി തെന്നി വീണോന്ന് പ്ലാൻ ചെയ്തല്ലേ? ധൃതി പിടിക്കാതെ ഞാൻ വൈകി വന്നത് നന്നായി. ആ കിളവിയാ വീണത്, അവർക്കത് വേണം. ശ്രദ്ധിച്ച് നടക്കണ്ടേ അമ്മേ? എന്താടാ നമ്മുടെ വീട്ടിൽ എന്താ ഇത്ര സൂക്ഷിച്ച് നടക്കാൻ? എന്തിന്റെയോ മേലെ കാല് വെച്ചപ്പാ അങ്ങനെ തന്നെ വീണു. ഇവിടെ സോപ്പ് കിടക്കുന്ന അമ്മായി. ശ്രദ്ധിക്കാതെ അമ്മായി അതിന്റെ പുറത്ത് കാല് വെച്ചിട്ടുണ്ടാവും. സോപ്പോ? ഏത് തലതെറിച്ചവനാ അത് ഇവിടെ കൊണ്ടിട്ടത്? വിട്ടേക്ക് മുത്തശ്ശി, അറിയാതെ ആരെങ്കിലും കയ്യിൽ വീണതായിരിക്കും. എന്നെ വിളിച്ചോ ദേവേട്ടാ? എത്ര നേരമായി നിന്നെ അവൻ വിളിക്കുന്നു. അമാവാസിക്ക് വിളിച്ചാല് പൗർണമിക്ക് വന്ന് പതുക്കെ നിൽക്കുകയാണ്. എവിടെ പോയി കിടന്നടി? ഞാൻ വാഷ്റൂമിലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാ മുത്തശ്ശിയുടെ നിലവിളി കേട്ടെ. അത് മരണം വിളിയാണ്. ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഞാൻ ചത്തുപോയേനെ. എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇപ്പൊ ജീവനോടെ ഉണ്ടല്ലോ. മരിക്കാനാണോ പറയുന്നത്? എനിക്കല്ലേ വേദന അറിയൂ. എന്റെ മൊബൈൽ ശ്രീദേവി എടുത്തിട്ട് വരുമായിരുന്നല്ലോ. മുത്തശ്ശി എന്തിനാ എടുക്കാൻ പോയെ? ആരെടുത്തുകൊണ്ട് വന്നാൽ എന്താടാ? പക്ഷേ ഇന്ന് എനിക്കൊന്ന് മനസ്സിലായി. കഴുതയുടെ ജോലി കഴുത ചെയ്യണമെന്നും കുതിരയുടെ ജോലി കുതിര തന്നെ ചെയ്യണമെന്നും. ഞാനത് എടുത്തിട്ട് വന്നതുകൊണ്ട് നടക്കാൻ പാടില്ലാത്തത് നടന്നിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ ശ്മശാനത്തിലേക്കായിരിക്കും കൊണ്ടുപോയിരിക്കുക. മൊബൈൽ എവിടെയുള്ളതാ? ഇത് താഴെ വീണ് പൊട്ടാതിരിക്കാൻ ഞാൻ എന്റെ കയ്യിൽ തന്നെ ബലമായി പിടിച്ചിരിക്കുക. എന്നാൽ എന്റെ നടു പൊട്ടിപ്പോയി. എന്നാലും ഇത് ഞാൻ വിട്ടില്ലല്ലോ. ഫോൺ ഇഞ്ഞി താമേ. ഈ ഫോണൊക്കെ എന്തിനമ്മ ശ്രദ്ധിക്കാൻ പോന്നേ? അമ്മയുടെ ആരോഗ്യമല്ലേ നോക്കേണ്ടത്? അമ്മായി ചൂടുവെള്ളം കൊണ്ടുവന്ന് ചൂട് പിടിച്ചു തരട്ടെ? ഒന്നും വേണ്ടടി, ഒന്നും വേണ്ട. കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ കിടന്നാല് വേദന അമ്മേ പ്രായമായതുകൊണ്ട് വേദന അല്പം കൂടുതലാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളോട് ശ്രദ്ധിച്ചു കഴിഞ്ഞില്ലെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ കല്ല് പോലെ നോക്കി നിൽക്കാതെ എന്റെ സഹോദരിമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കും ആരതി ഒഴിയാലോ. ഞാനും ഇവിടെ തന്നെയാ നിൽക്കുന്നത്. എനിക്കും ആരതി ഒഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ ഭാര്യയ്ക്ക് ആരതി ഒഴിയരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളോട് നന്നായിട്ട് തന്നെയാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അനിയത്തിമാര് വരട്ടെ, അപ്പൊ കേക്കാലോ ശരിക്കുള്ള കഥ. എന്തുപറ്റി? ഒന്നും സംഭവിക്കാത്ത പോലെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഏട്ടൻ. ഇന്നലത്തെ ഒരു ദിവസം ഏട്ടന്റെ ജീവിതത്തിലേ ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മറന്നുപോയത്. ഏയ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഏട്ടനത് വിഷമമാവില്ലേ? ആ എന്തുകൊണ്ടാ വിഷമിക്കാത്തെ? ഇങ്ങർക്കും വികാര വിചാരങ്ങളൊക്കെ ഉള്ളത് തന്നെയല്ലേ? നിങ്ങൾ ആരതി എടുക്കാൻ പോകുന്നതായിട്ടല്ല, എനിക്കെന്തോ ക്ലാസ് എടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ആ അത് തന്നെ ചേട്ടാ. നിങ്ങൾക്ക് ജീവനേക്കാളും അഭിമാനമാണ് വലുതെന്ന് പറയാറില്ലേ? അങ്ങനെയുള്ളൊരു മഹാമനുഷ്യൻ
തലയ്ക്ക് ബോധമില്ലാതെ നേരെ നിൽക്കാൻ പോലും വയ്യാതെ മൂക്കുമുട്ടെ കുടിച്ച് ഒന്നും അറിയാത്തൊരു തവളെ പോലെ 4 കാലം വിരിച്ച് കിടക്കല്ലായിരുന്നോ? അതിനെ കുറിച്ചാ പറഞ്ഞോണ്ടിരുന്നെ. എനിക്ക് കുടിക്കുന്ന ശീലമൊന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏട്ടൻ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ലാന്ന്. ഇങ്ങേർക്ക് സപ്പോർട്ടും കൊണ്ട് നീ വരല്ലേ ലക്ഷ്മി? ശീലമില്ലാത്ത ഒരാള് അവിടേക്ക് പോകാൻ പാടില്ലായിരുന്നു. അഥവാ പോയാലും എനിക്കിതൊന്നും ശീലമില്ലാത്ത കാര്യങ്ങളാന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഏട്ടൻ എന്താ ചെയ്തത്? ഒരു ഫുള്ളും കുടിച്ചിട്ട് അവരുടെ ഫ്രണ്ട്സിനെ തന്നെ അടിച്ചോടിച്ചു. അവരാ കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് പറഞ്ഞ് എനിക്ക് മദ്യം ഒഴിച്ചു തന്നത്. ആര് പറഞ്ഞാലും കേൾക്കാത്ത ആള് അവര് പറഞ്ഞപ്പോ കേട്ടു അല്ലേ? വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോയതാണോ എന്തോ. നീ ഇടയ്ക്ക് നെരിയേറ്റല്ലേ? ഏട്ടാ, ഏട്ടൻ ഇന്നലെ ഏത് അവസ്ഥയിലായിരുന്നു ഏട്ടൻ അറിയാമോ? ഞങ്ങൾ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നതുപോലെ ഏട്ടൻ ഓർമ്മ കാണില്ല. എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. ഏട്ടൻ ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ച് ഏട്ടനെ വെറുതെ വിഷമിപ്പിക്കണ്ട. അമ്മാ എന്റെ പൊന്ന ശാന്ത സ്വരൂപിണി, കുടിച്ചതിന് ശേഷം ചിലപ്പോ ഓർമ്മയില്ലായിരിക്കും, എന്നാ കുടിക്കുന്നതിന് മുന്നേ ഓർമ്മ ഉണ്ടാവൂല്ലോ അല്ലേ? അത് ഞാൻ പറഞ്ഞതല്ലേ. എനിക്ക് ഇക്കള് വന്നപ്പോ ഞാൻ കുറച്ച് വെള്ളം ചോദിച്ചു അവരോട്. വെള്ളമില്ലാന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് കൂൾ ഡ്രിങ്ക്സ് തന്നു. കൂൾ ഡ്രിങ്ക്സ് കുടിച്ചാ ഇക്കളെടുക്കുന്ന നിക്കോന്നോ? ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്തോ പുതിയ കണ്ടുപിടുത്തം വല്ലതും ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കയ്യിലെടുക്കുന്നതിന് മുന്നേ ആയിട്ട് സത്യം ചെയ്യിക്കണോ ശിവാനി? ചെയ്യണം. ആണുങ്ങള് പറഞ്ഞ വാക്ക് കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കില് ചില കാര്യങ്ങൾക്ക് സത്യം ചെയ്യണം. ശരി, ഞാൻ ദാ സത്യം ചെയ്യുന്നു. ഇനി ഒരിക്കലും ഞാൻ കുടിക്കില്ല. ഏട്ടാ ഏട്ടാ, നല്ല സമയം. നിങ്ങൾ സത്യം ചെയ്തപ്പോ തന്നെ എന്റെ വല്യമ്മയും വരുന്നുണ്ട്. ഇത് നല്ല ശകുനാ. ദുർഗ, അമ്മായിക്ക് കോഫി എടുത്തിട്ട് വാ. ദുർഗ, അതൊന്നും വേണ്ട. സാരമില്ല മോളെ, എന്നെ ഒരു അന്യായിട്ട് കാണരുത്. എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാതെ തന്നെ ഞാൻ എടുത്തോളാം. വന്ന കാര്യം എന്താണെന്ന് വെച്ചാ അമ്മായിയോട് പറഞ്ഞിട്ട് പോവാൻ പറ. നിങ്ങളെ എല്ലാവരെയും വേണം. കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എന്താ ഏതാന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മായി. ശ്രീദേവിയുടെ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. പക്ഷേ പ്രശ്നങ്ങൾ മാത്രമുള്ള ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് ഒരർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് നടക്കണം. നിങ്ങൾ ഇനി എന്താഘോഷിച്ചാലും ആ കാര്യം എന്നോട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വേറെ ആരെയും കുറിച്ചല്ല പറഞ്ഞത്, നിന്റെ അനുജത്തിയെ കുറിച്ചാ. പറയണ്ട.
ഒരു ബന്ധമില്ലാത്തവരെ പറ്റി പറഞ്ഞാ ഞാനത് കേൾക്കില്ല. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. ദേഷ്യം വന്നോ കത്തി കയ്യിലെടുത്തോണ്ടേ നടക്കൂ. അത് മതിയായില്ലെങ്കി തോക്കുകൊണ്ട് വെടിവെച്ചോലും. ഇങ്ങേരുടെ കൈകൊണ്ട് കത്തി മാത്രം പിടിച്ചാ പോരാ, ആ കൈകൊണ്ട് അർച്ചനത്തട്ടിൽ നിന്ന് അല്പം താമ്പൂലം എടുത്ത് അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കാനും പറ്റണം. നീ പറഞ്ഞത് ശരിയാ. അത് ഗൗതമിന് മനസ്സിലായ നന്നായിരുന്നു. എനിക്ക് മനസ്സിലായി അമ്മായി. അമ്മായി ഇപ്പം ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ ദുഃഖം അന്വേഷിച്ചാണെന്ന്. ഞങ്ങൾക്ക് വിഷമവുമില്ല, ഞങ്ങൾ ആരെപ്പറ്റിയും ചിന്തിക്കുന്നുമില്ല. അമ്മായി ഇവിടെ നിന്ന് സമയം കളയണമെന്നില്ല. അമ്മായി ഇവിടെ വന്നു എന്ന് അമ്മായിയുടെ ഭർത്താവ് അറിഞ്ഞാ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരും. അമ്മായി പൊയ്ക്കോ. അങ്ങനെയല്ല ഗൗതം, ചിലത് വേണ്ടെന്ന് വിചാരിച്ചാലും അത് സാധിക്കില്ല. നിനക്ക് വാശിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നീ നന്മ മാത്രമേ ചെയ്യൂ. ഇപ്പോഴും നല്ലത് തന്നെയാണ് ചെയ്യുന്നത്. അമ്മായിയോട് എനിക്കുള്ളൊരു ബഹുമാനം കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. സംസാരിച്ച് എൻ്റെ സ്വഭാവം മാറ്റില്ല അമ്മായി. വല്യമ്മേ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല. വരുമ്പോഴെല്ലാം കണ്ണീരോടെ തിരികെ പോന്ന്. മനസ്സിലാക്കുന്നവരോടാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. കേൾക്കാൻ താല്പര്യമില്ലാത്തവരടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം തന്നെ നഷ്ടമാകും. ചെല്ലമ്മായി. അപ്പോ നല്ല നടുവേദന അമ്മേ. എന്താമേ, വേദന കുറച്ചെങ്കിലും കുറവുണ്ടോ? നിന്റെ ഭാര്യ തടവി തരുന്നത് കൊണ്ട് എങ്ങനെയാടാ വേദന കുറയുന്നത്? അല്ല, ഞാൻ തടവി തരാന്നാ കരുതിയത്. പക്ഷെ അമ്മയ്ക്ക് വേദന കൂടിയാലോന്നൊരു സംശയം. നീ ബലവാനാടാ, നിന്റെ കൈ കൊണ്ട് തടവിയ ശരിയാവില്ല. ഏട്ടാ, ഏട്ടത്തി തടയുവാനൊന്നും ശരിയാകില്ല. നമ്മൾ ഇവിടെ വെച്ച് അമ്മയെ തടവുന്നതിനേക്കാളും ആശുപത്രി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്താൽ തീരുന്ന കാര്യമുള്ളൂ. എന്താടാ, സൂചി വെച്ച് എന്നെ കുത്താനുള്ള പരിപാടിയാണല്ലേ? എനിക്ക് മനസ്സിലായി. എടി ശ്രീദേവി, നീങ്ങ വാടി. ശ്രീദേവി. എന്താ മുത്തശ്ശി? നിന്റെ അമ്മായിയും നിന്റെ അച്ഛനെ പോലെ ശക്തിയില്ലാത്തവരാ. നിന്റെ അമ്മയെ പോലെ നീ ബലമുള്ള ആളല്ലേ. ഈ നടുവും കാലും ഒന്ന് പിടിച്ചുവിട്, വേദന കുറയും. നടുവ് വേണമെങ്കിൽ തടവി തരാം, പക്ഷെ കാലൊന്നും തടവാൻ പറ്റില്ല. കാല് തടവില്ലെന്നോ? നിന്നെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയാം. അവളുടെ അഹങ്കാരം കണ്ടില്ലേ ദേവ. നീ പോയി വേറെ ജോലി എന്തെങ്കിലും നോക്കുമോളെ. നിക്കവിടെ. നടു എങ്ങനെയാ പിടിക്കുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ വാ, ഒന്ന് പിടിക്കേ. ഗ്ലൗസ് ഇട്ട് ബോക്സിംഗ് ചെയ്ത കൈയായത്. ഈ കിളവിയുടെ നടുവിന്റെ വേദനയല്ല, നടുവ് തന്നെ പൊട്ടിച്ചു കളയാം. പിടിച്ചു വിട്. എന്റെ ദൈവമേ. ശ്രീദേവി. അയ്യോ അയ്യോ അയ്യോ, ശ്രീ പരമേശ്വര രക്ഷിക്കണേ. അയ്യോ. അമ്മ എന്തു പറ്റി? ഈ പ്രായത്തില് ദൈവത്തെ ഇങ്ങനെ വിളിക്കുന്നത് നല്ലതല്ലേ ഏട്ടാ? അയ്യോ, ഇവിടെ എന്നെ കൊല്ലുവെന്നാ തോന്നുന്നേ.
ഇവളെന്നെ തടവി തടവി കൊല്ലുന്ന തോന്നുന്നേ. അയ്യോ 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 അയ്യോ, ഇത് കൈയാണോ അതോ കരിങ്കല്ലാണോ? ആ കമ്പ് വെച്ച് അടിക്കുന്നത് പോലെ ഉണ്ടടാ. നിർത്താൻ പറയടാ, ഒന്ന് നിർത്താൻ പറയടാ. ശ്രീദേവി നിർത്ത്, അയ്യോ, നിർത്താൻ. എന്നെ കൊല്ലല്ലേ. മതി, നിർത്ത്. അയ്യോ, എന്റെ ഷൂ പോളിഷ് ചെയ്ത് യൂണിഫോം അയൺ ചെയ്ത് വെക്ക്. എനിക്ക് ജോലിക്ക് പോകാൻ ടൈമായി. ഞാൻ ചെയ്തു തരാടാ. വേണ്ട അമ്മായി, ഞാൻ ചെയ്തോളാം. നടുവേദന പോയി നടു പൊട്ടിയത് പോലെയാ തോന്നുന്നേ. ഭഗവാനേ, എന്റെ അമ്മയുടെ കാലിൽ പിടിക്കില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ മകന്റെ കാലിലിടുന്ന ഷൂസ് ആണല്ലോ നീ പോളിഷ് ചെയ്യുന്നത്. വേലക്കാരെ കൊണ്ട് ചെയ്യിക്കേണ്ട ജോലി ഇങ്ങനെ മരുമകളെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയാണോ ഏട്ടാ? എന്താ ചെയ്യുന്നത് ദേവേട്ടാ? നീ എങ്ങനെ ഷൂ പോളിഷ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ എടുക്കുക ശ്രീദേവി. ചേച്ചി എന്താ പൂജ ചെയ്യണം വീഡിയോ എടുക്കാൻ? എടാ, ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവളുടെ ഏട്ടൻ ഗൗതമിന് ഞാൻ അയച്ചു കൊടുക്കാൻ പോവാ. അങ്ങനെ എന്തിനാ ചെയ്യുന്നത്? അതേടാ, ഇതിന്റെ താഴെ ക്യാപ്ഷൻ ഞാൻ എന്താ കൊടുക്കാൻ പോകുന്നറിയോ? നിന്റെ അനിയത്തി ഞാൻ എൻ്റെ കാലിലിടുന്ന വെറും ഷൂവിന് സമമാണെന്ന്. എന്താ ഏട്ടാ ഇത്? അല്പം പോലും മനസാക്ഷിയില്ലേ? എന്താടാ ചേട്ടനെ എതിർത്ത് സംസാരിക്കുന്നേ? അവൻ സാധാരണ ചെയ്യുന്ന കാര്യത്തിന് നീ എന്തിനാ ഇത്രയും വലുതായി കാണുന്നേ? ഇതാണോ സാധാരണ? ഇങ്ങനെയുള്ള വീഡിയോകൾ അയച്ചാൽ ഗൗതമേട്ടന് വിഷമാവില്ലേ? നീ എന്നെ എന്തിനാ നോക്കുന്നത്? ഷൂ പോളിഷ് ഞാൻ ചെയ്യില്ല. വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾക്കിത് ആരെ കൊണ്ട് വേണമെങ്കിലും ചെയ്യിക്കാം, പക്ഷെ ഞാൻ ഈ ഷൂയിൽ തൊടുക പോലും ചെയ്യില്ല. എന്താടി നീ പറയുന്നത് അനുസരിക്കണോ? അവൻ പറയുന്നത് കേട്ടിട്ട് ഷൂ പോളിഷ് ചെയ്ത് കൊടുക്ക്. എടാ ദേവാ, നീ നന്നായി വീഡിയോ എടുത്ത് ആ ഗൗതമൻ അയച്ചു കൊടുക്ക്. അത് കണ്ടിട്ട് അവൻ പൊട്ടിക്കരയണം. അല്പെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നോ? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഗൗതമേട്ടനെങ്ങാനും അറിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഷൂ ഇടാനായിട്ട് കാല് പോലും ഉണ്ടാവില്ല. വീരരാജു, വീരരാജു, പോകട്ടെ, വിട്ടേക്ക്. എന്തായാലും ഒരു വഴക്ക് നടക്കും, അല്ലാതെ എന്ത് സംഭവിക്കാനാ? ശ്രീദേവി നീ വന്നേ, വാ. ശിവാനി, ശിവാനി. വീരേട്ടാ, എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട്? എന്തു പറ്റി? ഗൗതമേട്ടൻ എവിടെയുള്ളതാ? സാധനങ്ങളൊക്കെ കൊണ്ടുപോയേക്കുവാ. എന്താ കാര്യമെന്ന് പറയൂ. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞാ നിങ്ങൾക്കും ദേഷ്യം വരും. ഗൗതമേട്ടൻ അത് കേട്ടാ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനേ പറ്റില്ല. എന്താ സംഭവിച്ചത്? എന്റെ ദേവേട്ടൻ ഒരു മനുഷ്യനല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. മറ്റൊരാളെ മനുഷ്യനായിട്ട് കാണണ്ടേ? ശ്രീദേവി ചേച്ചിയെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് അറിയോ? എന്താ കാര്യം പറയേട്ടാ? ഈ പറയുന്നത് കേട്ടിട്ട് പേടിയാവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ ഏട്ടൻ ഒരു സാഡിസ്റ്റാ. ചേച്ചിയെ കൊണ്ട് വേലക്കാരിയെ പോലെ ഷൂ ഉടപ്പിക്കുക. അതിലെന്താ തെറ്റ്? കല്യാണം കഴിഞ്ഞ ഭർത്താവാണ് ദൈവം എന്ന് പറഞ്ഞ് പൂജ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതോടെ അവൻ നിർത്തി കാണത്തില്ല.
അതെ ശിവാനി, ശ്രീദേവി ചേച്ചിയെ കൊണ്ട് ഷൂ ഉറപ്പിക്കുകയായിരുന്നു. അത് മൊബൈലിൽ വീഡിയോ എടുത്ത് ഗൗതമേട്ടൻ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിലെന്ത് സന്തോഷ? പറഞ്ഞില്ലേ അവനൊരു സാഡിസ്റ്റാണെന്ന്. അങ്ങനെ ഒരു വീഡിയോ അയച്ചാ ഏട്ടൻ അത് കണ്ടിട്ട് വിഷമിക്കില്ലേ? അതുകൊണ്ടല്ലേ എന്റെ ദേവേട്ടൻ ഫേമസ് ക്യാമറാമാനാണെന്ന് കരുതി മൊബൈലില് വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചത്. ഇങ്ങനെ ഉള്ളവന്മാരെ റിവോൾവർ ഉപയോഗിച്ച് കാലിലോ കയ്യിലോ വെടിവെച്ച് ഒരു മൂലയിൽ കൊണ്ടിരുത്തണം. അവനെന്റെ കൂടപ്പുറപ്പായതുകൊണ്ടാ ഇത് അന്യായമാണെന്ന് ഞാൻ പറയുന്നത്. ഈ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ശിവാനി പറഞ്ഞത് നേരത്തെ തന്നെ ചെയ്യുമായിരുന്നു. നിങ്ങൾ ആരും അതിന് ബുദ്ധിമുട്ടണ്ട. ഇക്കാര്യം ഗൗതമേട്ട അറിഞ്ഞാലുണ്ടല്ലോ ബാക്കിയൊക്കെ ഏട്ടൻ നോക്കിക്കോളും. ഞാൻ ഫോൺ ചെയ്ത് പറയട്ടെ? ഏയ് വേണ്ട, ഇതുവരെ നടന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ധാരാളം.